ക്രിസ്മസ് പപ്പായ്ക്ക് ഒരു കത്ത് എഴുതണം. ക്രിസ്മസ് പപ്പ എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന്. എന്നിട്ട് അനീസ എഴുതിയോ അത്? എഴുതി മാഷേ. എന്നാ ഒന്ന് വായിക്ക്. വായിക്ക് വായിക്ക് അനീസിയ. എനിക്ക് സമ്മാനമായി ക്രിസ്മസ് പപ്പായെ ഒന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതി. ഇരിക്ക്. ഇനി ആരതി വായിക്കൂ. ഇതെന്തൊരു കൂത്താ! നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി? കൊച്ചാപ്പാക്ക് വിശക്കുന്നില്ലേ? കൊച്ചാപ്പ ഇക്ക, നിങ്ങൾ ഇങ്ങനെ നടക്കാതെ സമാധാനമായിട്ട് അവിടെ നിരിക്ക. സമാധാനത്തോടെ ഇരുന്നിട്ട് നാളെത്രയായി? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നേരത്തും കാലത്തും ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി? ചേട്ടത്തി, അവനെന്തേ? അവൻ അവിടെ കിടക്കുക. ഐഷത്തോ? ഓ, അവളുടെ കാര്യമാ കഷ്ടം. കുട്ടികളെ കാണാതെ നെഞ്ചത്തടിയും നിലവിളിയാ. എല്ലാരും അവളെ തന്നെയാ കുറ്റം പറയുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഓ, വിഷമം കൊണ്ടാടാ. ഒരു പൊട്ടി പെണ്ണ അവള്. അരീഫ, നീ അവിടെ പോയെന്ന് സമാധാനിപ്പിക്കേ. അവൻ അവിടെ ചുരുണ്ടുകൂടി കിടക്കുക. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന് പുറത്തോട്ട് ഇറങ്ങുന്ന തന്നെ പേടിയായിക്ക. പേടിക്കണ്ടാന്ന് പറയാ അവനോട്. അവന് നമ്മളെല്ലാരും ഇല്ലേ? കൊച്ചാപ്പ, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്ക്. ഒന്നാമത് സുഖമില്ലാത്ത മനുഷ്യനാ നിങ്ങള്. കൊച്ചപ്പ ചെല്ലു. കൊച്ചപ്പ, ഞങ്ങളങ്ങ് വന്നോളാം. കൊച്ചാപ്പ, മോള് കണ്ണീരൊത്തിരി ഒഴുക്കി. എടാ സലീമേ, നിന്നെ ശാസിച്ചതും തെറി പറഞ്ഞതും നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കുടുങ്ങിപ്പോയി. ഈ കുടുക്കിൽ വീണത് നമ്മുടെ കുടുംബമാ. അതിൽ ഞാനെന്നോ നീയെന്നോ ഉള്ള വ്യത്യാസം ഉദിക്കുന്നില്ല, അല്ലേ കൊച്ചപ്പ? ഇതാടാ മക്കളെ കുടുംബം. തെറ്റെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യും. ആ തെറ്റിനെ നമ്മൾ മറയ്ക്കുന്നില്ല. നിങ്ങളങ്ങ് വളർന്നെങ്കിലും എന്റെ കൈപിടിച്ചു വളർന്ന മക്കളാണ്. നിങ്ങളിപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. വളർന്നു വലുതാകുന്ന പല മക്കളും വളർത്തിയവരെ അന്യമാക്കുന്ന ഈ കാലത്ത് ഏത് തീരുമാനത്തിനും നിങ്ങൾ ഈ കൊച്ചാപ്പായെ വിളിക്കുന്നു. പടച്ചവനെ, ഈ സ്നേഹത്തിന് മുന്നിൽ ഈ കൊച്ചാപ്പ തകർന്നു പോകുന്നു മക്കളെ. കൊച്ചാപ്പ, ഈ കുടുംബത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒത്തിരി അഹങ്കരിച്ചവളാ ഞാൻ. ആ അഹങ്കാരത്തിനുള്ള ദുഃഖം നിങ്ങൾക്ക് ഞാൻ നൽകി. ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അറിയല്ല. മോളെ, പ്രായശ്ചിത്തം ഒരുപാടായി, മതി. ഞാൻ പറയേണ്ട വാക്കുകളാണ് ഐഷത്ത് പറഞ്ഞത്. കണ്ണുനീരിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. എത്ര നല്ല ഇക്കാമരെയാണ് എനിക്ക് കിട്ടിയത്. കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്ത്. ഒരുപാട് വിഷമിച്ചില്ലേ നീ? എടാ സലീമേ, നിന്റെ ഇക്കക്കമാര് സമ്പാദിച്ചത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല. നീ കൊലപാതകമൊന്നും നടത്തിയിട്ടില്ലല്ലോ. സാമ്പത്തിക കുറ്റം മാത്രമല്ലേ ഉള്ളൂ. അതിനുള്ള പരിഹാരം നിന്റെ ഇക്കക്കമാര് കാണും. നിർത്ത. എന്റെ കണ്ണീർ തുടയ്ക്കാൻ മാത്രമുള്ളതല്ല ഈ കരങ്ങൾ. മോളെ ആരിഫ, ഇപ്പോഴാടി കൊച്ചാപ്പായ്ക്ക് വിശപ്പുണ്ടായത്. എടാ വരുന്നടാ മക്കളെ, നമുക്കെല്ലാരും കൂടി ഇരുന്ന് കഴിക്കാം. അനീസിയ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയോ? ചോദ്യം കേക്കട്ടെ. നീ ഒരാളെ പ്രേമിക്കുന്നില്ലേ? അതൊക്കെ നിനക്ക് അറിവുള്ളതല്ലേ? അതിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിനക്കിത് എന്തു പറ്റിയ ആരതി? എനിക്കൊരാളെ ഇഷ്ടമാണ്. അമ്പടി കള്ളി. ആരാ അത്? കൃഷ്ണരാജ്. ആര്? കൃഷ്ണരാജ്. നീ ബോധത്തോടെയാണോ സംസാരിക്കുന്നത്? എല്ലാം അറിയുന്ന നീ ഇങ്ങനെ സംസാരിച്ച? അനീസിയ, നീ ഒന്ന് മറക്കുന്നു. നീ എന്താണെന്ന് മറക്കുന്നു. എന്തെങ്കിലും നിന്റെ ആഗ്രഹം സഫലമാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ രണ്ട് സമുദായക്കാരാണെന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? നിന്റെ വാപ്പ സമ്മതിക്കുമോ? നിന്റെ കൊച്ചാപ്പമാർ സമ്മതിക്കുമോ? നിന്റെ സമുദായം സമ്മതിക്കുമോ? ആരതി, ഇല്ലടി, വിട്ടേര്.
കൃഷ്ണരാജിനെ നീ മറന്നിരിക്കും. അവനറിയാതെ അവനെ ഇഷ്ടപ്പെട്ടു. എനിക്കവനെ വേണം. എന്താ ജോസഫേ, കയ്യിലെന്താ? പ്രേമലേഖനോ? പ്രേമലേഖനമല്ല, എന്റെ മനസ്സ്. ആരെനിക്ക് മനസ്സിലായി? അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന ജോസഫിന്റെ ചില ഗോഷ്ഠികൾ ഞാൻ കാണുന്നുണ്ടല്ലോ. ഒന്ന് വായിക്കണേ പ്ലീസ്. ഇതോ ഒരുത്തി അവിടെ വിരഹദുഃഖത്തിൽ നടക്കുന്നുണ്ട്. അനീസ്യ, അവക്ക് കൊണ്ടുകൊടുക്കും. അത് റിസർവ്ഡ് ആരതി. എന്നാലേ ഇവിടെ വേക്കൻസി ഇല്ല. എന്റെ ശരീരത്തിന് മാത്രമേ ദുഃഖങ്ങളൊക്കെ ഉള്ളൂ. പോടാ. ചേട്ടാ, ഞാൻ പറഞ്ഞതിനകത്ത് വലിയ തെളിയോ? ആരതി മോളെ, ഇതാ മോളെ പലഹാരം. ഇന്ന് അച്ഛൻ കള്ളു കുടിച്ചിട്ടില്ല കേട്ടോ. ഇനി അച്ഛൻ നേരെ കുടിക്കുകയില്ല. മോൾക്കത് ഇഷ്ടമല്ലല്ലോ. മോള് വാ, എനിക്ക് നിന്നോട് ഒത്തിരി സ്വകാര്യം പറയാനുണ്ട്. കൈ വിടച്ചാ. ഇല്ല, ഞാൻ വിടില്ല. മോള് വന്നേ, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മോളോട് പറയാനുണ്ട്. അമ്മേ, മാധവ, അവരാരും ഇവിടെ ഇല്ല. അത് കണക്കൂട്ടി തന്നെ ഞാനിവിടെ വന്നത്. കൈ വിടച്ചാ. അമ്മേ, അച്ഛൻ, മാധവൻ, ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടമ്മേ. പകല് കിടന്ന് ഉറങ്ങരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സ്കൂള് തുറക്കുകയല്ലേ, 2 എണ്ണത്തിന്റെ അളവെടുക്കാൻ ഞാൻ തയ്യക്കട വരെ പോയതാ. ആഹാ, ഞാൻ ഇവർക്കുള്ള പലഹാരം കൊണ്ടുവന്നിട്ട് കുറെ നേരമായി. ഇവളുടെ പിച്ചിമ്പയും കണ്ട് പുറത്തങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങൾ വന്നിട്ട് അകത്ത് കയറാന്ന് കരുതി. മാധവ, ഇതാ മോനെ പലഹാരമാണ്, എല്ലാവർക്കും മെതിച്ചു കൊടുക്ക്. ഇതാ വാങ്ങിക്കേ. ഇങ്ങത്താ ചേട്ടാ, ഞാൻ കൊടുക്കാം. പലതും മനസ്സിലാക്കാൻ മദ്യം സമ്മതിക്കില്ല, സ്നേഹം പോലും. ഒരുപാട് തെറ്റുണ്ട് മക്കളെ അച്ഛന്. അച്ഛൻ തിരുത്താൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും അച്ഛന്റെ മക്കളാ, പൊന്നു മക്കൾ. ഈശ്വര, നല്ല ബുദ്ധി തോന്നിയല്ലോ. പപ്പയടിച്ച് നമുക്ക് പോകാം. കൊന്നുകളെ ഞാൻ. മിണ്ടാൻ എന്റെ കൂടെ വന്നോണം. വാ ഇവിടെ. ഉമ്മുമ്മ,
വാപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട്, പുറത്തിറങ്ങാത്തതാ. എന്റെ റബ്ബേ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ. മൂത്ത നിന്നെ ഡോക്ടറാക്കാനും ഇവനെ എഞ്ചിനീയർ ആക്കാനുമാ അവരാഗ്രഹിച്ചിരുന്നത്. അതിനായിരിക്കും മോഷ്ടിച്ചത്. ഇപ്പൊ തന്നെ പലരും കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടറായ കള്ളന്റെ മകൻ ഡോക്ടറായെന്ന് പേര് കിട്ടും. ഞാൻ എഞ്ചിനീയർ ആയാലോ? കള്ളന്റെ മകൻ എഞ്ചിനീയർ എന്ന് പേര് കിട്ടും.